എനിക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കിഡിലൻ സിനിമ കേട്ടോ, കിഡിലൻ സിനിമ. ആദ്യം ഒരു നല്ല സസ്പെൻസ് ആണ്. ഇങ്ങനെയുണ്ട് നമ്മുടെ ക്ലൈമാക്സ് സെറ്റപ്പ്. ക്ലൈമാക്സ് കൊള്ളാം. ക്ലൈമാക്സ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആയിരുന്നു. ഫാന്റാസ്റ്റിക്. ലാസ്റ്റിൽ വരുന്ന ട്വിസ്റ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. അതാണ് മമ്മൂട്ടി ആസ് യൂഷ്വൽ അടിപൊളി ആക്ടിങ്. ഇത് കുഴപ്പം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇതുവരെ കാണാത്ത മമ്മൂട്ടി, പുതിയ മമ്മൂട്ടി വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കരുനാവ് വെച്ചൊന്നും പറയല്ലേ പ്ലീസ്. ഡൊമിനിക് അടിപൊളി. ക്ലൈമാക്സ് സൂപ്പർവായിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്. മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ക്ലൈമാക്സ്. പടം ഉഗ്രനാണ്, നല്ലൊരു എന്റർടൈനർ ആണ്. ഇവനെന്താ ഇവിടെ കാര്യം? ഡീസന്റ് ത്രില്ലർ. സെക്കൻഡ് ഹാഫ് അടിപൊളി. പടം അടാറ് പടം. നല്ല പടമാണ്, നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. കേട്ടില്ലേ, നാട്ടിലെ പെയ്തുള്ള സംസാരം. ഇച്ചിരി സ്ലോ ബേസ്ഡാണ്, എന്നാലും കുഴപ്പമില്ല. നല്ലപോലെ പുള്ളി അവസാനം നല്ലപോലെ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല. മമ്മൂട്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. പുള്ളി നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അന്യായം. എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോഴേ സന്തോഷമായി. അഭിമാനം തോന്നുന്നു. ഗൗതം വാസുദേവൻ സാറിന്റെ ഫസ്റ്റ് മലയാളം മൂവിയല്ലേ, അത് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തമിഴ് പടം എല്ലാം ഹിറ്റാണ്. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു. അപ്പൊ മമ്മൂട്ടി കോംബോയും കൂടെ ആയപ്പോൾ വേറൊരു സ്റ്റൈലാണ്. ഒരു നല്ല മത്സരത്തിന് സാധ്യതയുണ്ട്. ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് മമ്മൂക്കാണെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ ഇതിൽ തുടർച്ചയായി വേറെ സബ്ജക്റ്റുകൾ എടുത്തിട്ട് പുതിയ കഥകൾ നമുക്ക് എത്തിക്കുന്നത്. അപ്പോൾ പക്ഷേ ആ മഹാനുഭാവന് ഇതിന്റെ യാതൊരു ഭാവവും ഇല്ല. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മമ്മൂക്കയുടെ ഒരു ഫിലിം വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ഓരോ സിനിമയും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് പുള്ളി ചെയ്തു പോണത്. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. ഓൾഡ് ജനറേഷൻ ആയാലും ന്യൂ ജനറേഷൻ ആയാലും ബോസ് ഹീറോടാ. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പടം. നൈസാണ്, അടിപൊളിയാണ്, കണ്ടോണ്ടിരിക്കാം. നല്ലൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ തരേണ്ടത്? മനസ്സ് വല്ലാണ്ട് പേടിച്ചുപോയി. ആസനത്തിൽ അമ്പ് ഇറച്ച മതി ഞാൻ ഇങ്ങനെ കിടന്ന് നടക്കുക. മമ്മൂക്ക ഒരു രക്ഷയില്ല, അടിപൊളി. ഈ പ്രായത്തിലെ സീനാണ്. ഇത് മുതല് വേറെ. നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം വെച്ചിട്ട് ഈ സിനിമ ഒരു 100 ദിവസം പിന്നിടുമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എന്തായാലും ഇതുപോലെ സത്യസന്ധമായ അഭിപ്രായങ്ങളാണ് ഓരോ സിനിമയുടെയും വിജയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം.